നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിനെതിരെ ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ഒരുങ്ങുന്നു. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തും. സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലും പ്രതിഷേധമുണ്ടാകും. കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധി ഷഫീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. യൂത്ത് കോൺഗ്രസ് ഇന്ന് സംസ്ഥാനം കൈയടക്കുമോ? എന്തൊക്കെയാണ് പറയുന്നത്? SK ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ KSUവിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ അതിനെ അടിച്ചമർത്താൻ സർക്കാർ ശ്രമിച്ചു. നവകേരള സദസ്സിനെതിരെയുള്ള പ്രതിഷേധം അത് ജനാധിപത്യപരമാണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും വഴിനീളെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും KSU പ്രവർത്തകരെയും യൂണിഫോം ഇടാത്ത മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ പോലും അടിച്ചൊതുക്കി എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. അന്ന് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചുണ്ട്. ആ മാർച്ച് കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യ സംസ്ഥാന മാർച്ച് എന്നുള്ള പ്രത്യേകത കൂടി ഈ മാർച്ചിനുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ KSUവിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധമുണ്ടാകും. അതിനുശേഷം K സുധാകരൻ തന്നെ നേതൃത്വം കൊടുക്കുന്ന DGP ഓഫീസ് മാർച്ച് അത് 23-ന് നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന 23-ാം തീയതി അത്തരത്തിലുള്ള പ്രതിഷേധവും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അങ്ങനെ സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാർ നിലവിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു സ്വേച്ഛാധിപത്യ മനോഭാവം അടക്കമുള്ള കാര്യങ്ങൾ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികൾ ഇന്ന് തിരുവനന്തപുരത്ത് കടക്കുക. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തിരുവനന്തപുരത്തേക്ക് നവകേരള യാത്ര എത്തുകയും ചെയ്യും. ഇന്ന് കൊല്ലം ജില്ലയിലെ നവകേരള സദസ്സുകൾ അവസാനിക്കുകയാണ്. ഇരവിപുരം, ചാത്തന്നൂർ, ചടയമംഗലം ഈ 3 സ്ഥലത്തായിരിക്കും ഇന്ന് പൊതുയോഗങ്ങൾ നടക്കുക. അതിനുശേഷം വർക്കലയിലേക്ക്, തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയായ വർക്കലയിലേക്ക് നവകേരള സദസ്സ് നടക്കും. ഈ നവകേരള യാത്ര തുടർച്ചയായി ഇന്നത്തെ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് ചടയമംഗലത്തേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സുരക്ഷാ ഡ്യൂട്ടിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം പരസ്യമായി ഫേസ്ബുക്കിലൂടെ കമന്റിലൂടെ വെല്ലുവിളിച്ചിരുന്നു. അതായത് നവകേരള യാത്ര ബസ് എത്തുമ്പോൾ പ്രതിഷേധിച്ചാൽ അന്ന് കാണാം, ചടയമംഗലത്ത് എത്തുമ്പോൾ അന്ന് കാണാം എന്നുള്ളതായിരുന്നു വെല്ലുവിളി. ആ വെല്ലുവിളി യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. ആ മണ്ഡലത്തിൽ ഇന്ന് കരിദിനം ആചരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. അതിനുമപ്പുറത്തേക്ക് വഴിനീള പ്രതിഷേധ സാധ്യത ഉണ്ട്. കൊല്ലത്ത് ഇന്നലെ യുവമോർച്ചയും മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ ആ വാഹനത്തിന് നേരെ, മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനത്തിന് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയിരുന്നു. തിരുവനന്തപുരം ജില്ലയിലേക്ക് കയറുമ്പോൾ അത് മറ്റൊരു രീതിയിലേക്ക് കൂടി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. SK ഏതായാലും സർക്കാർ, മുഖ്യമന്ത്രി ഇത് ജനാധിപത്യപരമാണ് കരിങ്കൊടി എന്ന് പറയുമ്പോൾ പോലും അതിനെ അടിച്ചമർത്താനുള്ള സർക്കാരിന്റെ നീക്കം, മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ സ്വഭാവം അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. SK. ഓക്കെ, താങ്ക് യു ഷഫീദ് റാവുത്തർ. കൊല്ലത്ത് നിന്നാണ് ഷഫീദ് നമുക്കൊപ്പം ചേർന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.